രാജ്യതലസ്ഥാനത്തേക്കാണ്. അദാനി വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നും രാജ്യസഭ പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ 12 മണിവരെ നിർത്തിവെച്ചു. അദാനി വിഷയം ഉന്നയിച്ച പ്രതിപക്ഷത്തെ പാർലമെന്ററി കാര്യമന്ത്രി എതിർത്തു. പ്രതിപക്ഷം രാജ്യസഭാ അധ്യക്ഷനെ അപമാനിച്ചുവെന്ന് കിരൺ റിജിജു ആരോപിച്ചു. गरीब तबकों के लिए बात किया है। इस देश को, संविधान को, हमारे देश का जो संविधान, भारतीय लोकतंत्र में 72 साल बाद एक ऐसा किसान का बेटा उपराष्ट्रपति के पद में पहुंच करके इस देश को सेवा करने का काम किया है। इस राज्यसभा सदन का सभापति के रूप में पूरा देश देख रहा है किस तरीके से उपराष्ट्रपति महोदय ने इस सदन का गरिमा को रखा है। आप लोगों ने, मैं नाम लेकर कह सकता हूं, टेलीविजन में बाहर जाकर के पब्लिक के सामने में उपराष्ट्रपति का नाम लेकर के आप लोग बेमतलब से आरोप लगाते हैं। आप लोग इस सदन का सदस्य होने का लायक नहीं है। आप चेयर को अगर इज्जत नहीं दे सकते हैं तो इस सदन का सदस्य होने का कोई अधिकार नहीं रखता है। ലോക്സഭയിൽ ചോദ്യോത്തരവേള തുടരുകയാണ്. പി ആർ സുനിൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. ഇന്നും പ്രക്ഷുബ്ധമാണ്. കിരൺ റിജിജു തിരിച്ചെതിർക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച. ഇപ്പോൾ ഇരു സഭകളിലും എന്താണ് കാര്യങ്ങൾ? സുജയ, രാവിലെ പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അദാനി വിഷയത്തിൽ നടത്തിയത്. പിന്നീട് രാജ്യസഭയിലാണ് ഇന്ന് അദാനി വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചത്. അദാനി വിഷയം ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിൽ എഴുന്നേറ്റ ഉടൻ തന്നെ ഭരണപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ബഹളം വയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ വലിയ ബഹളമായിരുന്നു തുടക്കത്തിൽ തന്നെ രാജ്യസഭയിൽ കണ്ടത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ശക്തമായ ഭാഷയിൽ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് എഴുന്നേറ്റു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധാങ്കറിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇത് ആയുധമാക്കിയാണ് ഇന്ന് സർക്കാർ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. കിരൺ റിജിജു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഒരു കർഷകന്റെ മകനായ ജഗ്ദീപ് ധാങ്കർ രാജ്യസഭയെ ചെയർമാനായി എത്തി, ഉപരാഷ്ട്രപതിയായി എത്തി അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു നടപടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. രാജ്യസഭാ ചെയർമാനെ പുറത്ത് ടെലിവിഷൻ ചാനലുകളിൽ വരെ പ്രതിപക്ഷ അംഗങ്ങൾ അപമാനിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യം പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പാർലമെന്റിലെ അംഗങ്ങൾ എന്ന നിലയിൽ പ്രതിപക്ഷത്തെ ഓരോ അംഗങ്ങളും അതിന് യോഗ്യർ അല്ലാതായി മാറിയിരിക്കുന്നു എന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനം തന്നെ കിരൺ റിജിജു ഉന്നയിച്ചു. ഇതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റു. കിരൺ റിജിജുവിനെ അനുകൂലിച്ച് ഭരണപക്ഷ അംഗങ്ങളും എഴുന്നേറ്റു. അങ്ങനെ വലിയ ബഹളമായിരുന്നു രാജ്യസഭയിൽ. ഇതേ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇപ്പോൾ 12 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഏതായാലും രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകുന്നില്ല. രാജ്യസഭാ ചെയർമാൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാജ്യസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഇന്നലെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. ഇംപീച്ച് ചെയ്ത് രാജ്യസഭാ ചെയർമാനെ പുറത്താക്കണം എന്നതാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം. ഏതായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ വലിയ ബഹളം പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നത്. അദാനി വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷ അംഗങ്ങൾ ശ്രമിക്കുന്നതിനിടെ ഈ വിഷയം ഉയർത്തി ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ഏതായാലും ലോക്സഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം എടുത്തിരിക്കുന്ന തീരുമാനം. ഓക്കെ, പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ 12 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്.